ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചുണ്ടങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുണ്ടങ്ങ വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പിടി ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ടങ്ങ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ആ ഞെടുപ്പ് കളഞ്ഞിട്ട് അത് നമുക്ക് ഇങ്ങനെ അരയണ്ട, ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. ഇനി നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു കുറച്ച് തൈരിൽ ഇത്തിരി വെള്ളം ചേർത്തൊരു പച്ചമുരിൽ ഇട്ട് നമുക്കൊന്ന് മുക്കി വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം ഇത് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അതിലൊരു ഇങ്ങനെ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പച്ചമുരിൽ ഒന്ന് കഴുകി എടുക്കുന്നു. ഇനി അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു പിടി ചെറുള്ളി നമ്മൾ കുറച്ച് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചുണ്ടങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് ശരിക്കൊരു ബ്രൗൺ കളറിൽ നന്നായിട്ടൊരു ക്രിസ്പി രീതിയിലേക്ക് വരും. കുറച്ച് കല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയും ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ നമുക്കിത് പ്രതിരോധ ശക്തി കൂടാനും ഒക്കെ വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.